ഹലോ, ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എണീക്കാൻ ലേറ്റായി. കുളിച്ച് കുറിയൊക്കെ തൊട്ട് രാവിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകുമായിരുന്നേ. അപ്പോഴേക്കും തലേ ദിവസം നമ്മൾ സിനിമയ്ക്ക് പോയിരുന്നപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് രാവിലെ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ഞാൻ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കളർ കണ്ടിട്ടുണ്ട ഞാൻ കുറച്ച് ഒരു കുഞ്ഞു പീസ് ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും നമ്മൾ ഉഴുന്നും ദോശമാവും അല്ല അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആവാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ബീട്രൂട്ടും കൂടെ ആഡ് ചെയ്തത്. അങ്ങനെ അത് ആഡ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ കഴിക്കാനും നമുക്കൊരു കറിയൊന്നും വേണ്ട, അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കുമ്പം തന്നെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കലും. ആദ്യം ഉണ്ടാക്കി 2-3 ഞങ്ങൾ നേരത്തെ കഴിച്ചു. എന്നതിന് ശേഷമാണ് അടുത്തത് ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നുള്ളത് വെച്ചാൽ കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ ആലോചിച്ചു ഇനി ഇതിനെന്താ കറി ഉണ്ടാക്കുകയെന്ന്. അതിന് മുന്നൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഇച്ചിരി നെയ്യ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ നെയ്യ് ചില സമയത്ത് ഇഷ്ടാവില്ല, ചില സമയങ്ങളിൽ ഒട്ടും ഇഷ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കിടന്നോട്ടെ എന്ന് ഓർത്തിട്ടൊരു കുറച്ച് നെയ്യ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. ആ കുഞ്ഞ് സ്പൂണിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ചമ്മന്തി വേണോ ചട്നി വേണോ എന്നായിരുന്നു. അങ്ങനെ ചമ്മന്തിക്കായിട്ട് അരച്ചു, പക്ഷേ അത് ലാസ്റ്റ് ചട്നിയായി. ചട്നി ഉണ്ടാക്കിയപ്പോൾ ലാസ്റ്റ് അത് ചമ്മന്തി ആയൊന്നും ഡൗട്ടായി. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ടു, കുറച്ച് മുളക്, കുറച്ച് രണ്ട് മുളക് ഉണ്ടാവുള്ളൂ. ആ 2 മുളക് ഞാൻ ഇട്ടു. അങ്ങനെ അരച്ചു വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും തേങ്ങയും കുറച്ച് മുളക് പൊടിയും കുറച്ച് പാകത്തിന് വേണ്ടി ഉപ്പും ഒരു കുഞ്ഞ് പീസ് പുളിയായിട്ടും കേട്ടോ അതിലൊക്കെ ആഡ് ചെയ്ത് അത് അടുപ്പത്ത് വെച്ച് തന്നെ മാറി ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ആ സംസാരിക്കുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. ചായ കുടിച്ചായിരുന്നു കേട്ടോ. ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ആലുവ എത്തിയപ്പോൾ കണ്ടു ഒട്ടും ബ്ലോക്കില്ലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കാണാൻ. ആ സമയത്തൊന്നും ഞങ്ങൾ ആലുവ കാണാറ് പോലും ഉണ്ടായില്ല. അതുകൊണ്ടായിരിക്കും നല്ല രസമായിട്ട് തോന്നിയത്. പക്ഷേ കുറച്ചങ്ങ് എത്തിയപ്പം ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായി. നല്ല രീതിയിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്റ്റക്കായി. സ്മൂത്തായിട്ട് പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ. ഇന്നലെ വരാണ്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ച് നിന്നേ. പക്ഷേ അതെല്ലാം പാളിപ്പോയി. കുറച്ച് നേരം നമ്മൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ പോയി. പക്ഷേ എനിക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായേ. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പം വീണ്ടും ബ്ലോക്ക് തന്നെയായിരുന്നേ. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കൊരട്ടി എത്തിയിട്ടുണ്ടായിരുന്നു. കൊരട്ടി എത്തിയപ്പം കണ്ട കാഴ്ചയാണ് ഈ കാണുന്ന നല്ല അടിപൊളി ബ്ലോക്കായിരുന്നു. കുറച്ചധികം നേരം ഞങ്ങളവിടെ നിൽക്കുകയും ചെയ്തു. ഈ ലെഫ്റ്റ് സൈഡിലൂടെ പോകാനുള്ള സ്ഥലവും ഇല്ല, ഒന്നുമില്ല, ഫുൾ ചളിയായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റോഡ് പണി എന്ന് നടക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താ നടക്കണേ, എന്താ അവിടെ ചെയ്യാൻ പോണേന്ന്. പക്ഷെ എല്ലായിടത്തും നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തുമ്പോഴും നല്ല പണിയായിരുന്നു. കാരണം മഴയും കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആവും, പോകാനും ബുദ്ധിമുട്ടായിരുന്നു. വീടെത്താറായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നേരെ വീട്ടിൽ പോയില്ല, ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് പോവാണ്. ടൗണിൽ അമ്മയ്ക്കൊരു ഷോപ്പുണ്ട്, ടൈലറിങ് ഷോപ്പ്. അപ്പം നേരെ നമ്മളിത് അങ്ങോട്ട് പോവാം. നമുക്കറിയില്ല, അമ്മയ്ക്കറിയില്ല കേട്ടോ നമ്മളിന്ന് വരുന്ന കാര്യം. കാരണം സാധാരണ ലീവുള്ള ദിവസമാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ നൈറ്റ് വീട്ടിലെത്താറുണ്ട്. പക്ഷെ ഇന്ന് അമ്മയ്ക്ക് അറിയില്ല. പോയി നോക്കട്ടെ. അങ്ങനെ ഇവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പോവാണ്. അമ്മയ്ക്ക് അറിയില്ല കേട്ടോ നമ്മളിന്ന് വരുന്ന കാര്യം. എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോ ഇതിലൊക്കെ പറയും. കസ്റ്റമർ ഉണ്ടാ അങ്ങനെ ഇവിടെ എത്തി എല്ലാവരോടൊക്കെ സംസാരിച്ച് നല്ല രസമായിട്ട് അവിടെ പോയിരിക്കുമ്പോൾ ചേച്ചിമാരൊക്കെ നല്ല കമ്പനിയാണ്. അപ്പോൾ എല്ലാവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ചേച്ചിമാർ പറഞ്ഞു ഒരു കട തുടങ്ങിയിട്ടുണ്ടെന്ന്. പുതിയ കടയാണ്, നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ കൊണ്ടുവന്ന പോപ്കോൺ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പോവാം, നമുക്കിന്ന് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിമാർ നാളെ പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് പോയി ടെസ്റ്റ് ചെയ്തിട്ട് വായോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പോണേ, നമുക്ക് ഫുഡ് അടിച്ചിട്ട് വരാം. പിടിയും ചിക്കനും എങ്ങനെ ഉണ്ടാകും നോക്കിയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ 3 പേരും, ഞാനും അമ്മയും ഹരിയും കൂടി ആയിരുന്നു പോയത് കേട്ടോ. തൊട്ടടുത്ത് തന്നെയായിരുന്നു.
അമ്മയുടെ കട ഇരിക്കുന്നത് നിൽക്കേണ്ടവരെ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്, ആ ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ തന്നെയായിരുന്നു ഈ ഒരു ഷോപ്പ് ഉള്ളത്. കാര്യായിട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല അടിപൊളി ഒരു തട്ടുകട പോലെയുള്ള ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ ഫുഡൊന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു, സെറ്റപ്പ് ഫുഡായിരുന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിടിയും ചിക്കനായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. എന്താ പറയുക, നല്ല അധികം ഗ്രേവിയും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സെറ്റ് ഫുഡായിരുന്നു. ഞാൻ കഴിച്ചപ്പോഴേ പറഞ്ഞു, എനിക്കങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അഭിപ്രായം പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമായി, നല്ല അടിപൊളി സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കഴിക്കണേ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡ് തന്നെയാണ്. എന്തായാലും വേർത്തായിരിക്കും, നല്ല ടേസ്റ്റി ഫുഡാണ്. എന്തായാലും പോയി കഴിക്കണം. നമ്മുടെ ഇക്കണ്ടവാരിയർ റോഡിൻ്റെ ജംഗ്ഷനിൽ കേട്ടോ, ഇക്കണ്ടവാരിയർ ജംഗ്ഷനിലാണ്. അവിടെ അടുത്ത് തന്നെ കാര്യട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തട്ടുകട എന്ന് പറയാം, ഒരു കുഞ്ഞു കടയാണ്. പക്ഷേ ഫുഡ് അടിപൊളി ഫുഡ്. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സാധാരണ നമുക്ക് ഗ്രേവിയോ അല്ലെങ്കിൽ ചിക്കനോ നമുക്ക് അധികം കിട്ടാറില്ല. പക്ഷേ ഇന്ന് കഴിച്ച പിടീൻ്റെ കൂടെ ആ ചിക്കൻ കൂടുതലായിരുന്നു പറയാം, അത്രയും കൂടുതലായിരുന്നു. ഞങ്ങൾ അത്രയും കഴിച്ച്, എനിക്കാണെങ്കിൽ ഇങ്ങനെ പ്ലേറ്റ് അധികം ഞാൻ ഇങ്ങനെ വടിച്ചെടുത്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും ടേസ്റ്റി ഫുഡായിരുന്നു. നിങ്ങൾ എന്തായാലും പോയി കഴിക്കണേ. അപ്പൊ പിടിച്ചോളൂട്ടാ. പിന്നെ ഞങ്ങളവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ട്രൈ ചെയ്തു കേട്ടോ. സർബത്തായിരുന്നു, ഒരു സ്പെഷ്യൽ സർബത്തായിരുന്നു. ഇങ്ങനെ കുടിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ അവരെന്തോ ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുറച്ചിങ്ങനെ ഗ്യാസൊക്കെ വരും, ഒരു പൊങ്ങി വരുന്ന ഒരു സംഭവം. പക്ഷേ സാധനം അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ട്രൈ ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് പിള്ളേർക്കൊന്നും പറ്റില്ല കേട്ടോ. അവർക്ക് ഗ്യാസ് ഇങ്ങനെ കുടിക്കുമ്പം ഗ്യാസ് കയറുന്നതുകൊണ്ട് അവർക്കത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് എന്തായാലും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഞാനും അമ്മയും കൂടെ നേരെ സൂപ്പർ മാർക്കറ്റിൽ കയറി. സൂപ്പർ മാർക്കറ്റാണ് തോന്നുന്നു, അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ആ സമയത്ത് നമ്മൾ വെറുതെ സാധനം നോക്കുമല്ലോ, അങ്ങനെയൊക്കെ നോക്കി. ആ സമയത്താണ് ഇങ്ങനെ ഇമിലി മിഠായി കണ്ടേ. അപ്പോൾ അത് എത്രയാണെന്ന് ചോദിച്ചു, അതൊക്കെ വാങ്ങിച്ചു. തിരിച്ച് ഞാനും അമ്മയും ബില്ലൊക്കെ ചെയ്ത് സാധനമൊക്കെ കൊണ്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് പാഴ്സലുണ്ടായിരുന്നു, അതും അരി കളക്ട് ചെയ്ത് പോന്നു. ആ സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ചേട്ടന്മാർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആ ദോശേൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അവർ നല്ല കമ്പനിയായിരുന്നു. പിന്നെ ഉണ്ട് തിരിച്ചു വന്നപ്പോൾ മിഠായി ഉണ്ടായിരുന്നു കയ്യിൽ, ആ മിഠായി എടുത്തു. അപ്പോഴേക്കും നമ്മുടെ സുഞ്ചപ്പം വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ വന്ന് അവനും ഞങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ കൊടുത്തു. പക്ഷേ സമയത്ത് തണുപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും അങ്ങ് പൊങ്ങിയില്ല. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തണുപ്പ് കുറവാണ്, അപ്പോൾ ഇനി പൊങ്ങുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷെ അവനും കൊടുത്തു, അവനും ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ ഹരി വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.